സന്തോഷായി, ഭയങ്കര സന്തോഷം. എന്തൊരു ഭംഗിയില് നല്ല വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതേ നമ്മള് പുതിയ വണ്ടി എടുത്തിട്ട് എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് എല്ലാവരും കൂടിയിട്ട് പുതിയ കാറിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾ എന്തായാലും വീട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാർ എടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കാർ കൊണ്ട് വരുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അതായത് ഞങ്ങളെപ്പോലെ തന്നെ ഭയങ്കര സന്തോഷമായിരിക്കും. എന്റെ ഗീത്തുവിന്റെ ഒക്കെ വീട്ടില് ഭയങ്കര സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ സന്തോഷമാണല്ലോ അവരുടെ സന്തോഷം. അപ്പൊ അതെ, കുറെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് അവിടെ പോവാട്ടോ. അപ്പൊ വണ്ടി എടുത്തിട്ട് പിറ്റേ ദിവസം ആയിട്ടുള്ളൂ. ആക്ച്വലി പൂജേനേക്കാൾ മുന്നേ ഫസ്റ്റ് ട്രിപ്പ് പോണത് അങ്ങോട്ടേക്കാണ്. അവരൊന്ന് കാണിക്കാൻ അപ്പൊ പൂജ ചെയ്യിപ്പിക്കുക. അപ്പൊ ഇങ്ങനെ ചിലപ്പോ കമന്റ് വരാം, പൂജ ചെയ്യിച്ചിട്ട് എവിടേക്കെങ്കിലും പോരാ. ഞങ്ങൾ കുറച്ചും കൂടെ ദിവസം കഴിഞ്ഞിട്ടാണ് പൂജയ്ക്ക് വെക്കുന്നത്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആവണം കുറെ കാര്യങ്ങള്. അപ്പം എന്നിട്ട് വേണം പൂജയ്ക്ക് വെക്കാൻ പോവാൻ. പക്ഷെ അത്ര ദിവസം നമ്മള് വീട്ടില് ഇന്നലെ ആണെങ്കിൽ അവർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് ഇത്ര എടുക്കപ്പെട്ടിട്ട് ഞങ്ങൾ അവരുടെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചേച്ചിയും കണ്ണനും വീട്ടിലെത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ മീനയും വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും വന്നു. ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സീനാണ് കേട്ടോ. അപ്പോൾ പിള്ളേർ സെറ്റിനൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്, പാറമോളയും റെഡിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം, അവർ നമ്മുടെ കാറിൽ കയറ്റണം, എന്നിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം എന്നൊരു സംഭവത്തിലാണ്. അപ്പോൾ അവിടെ നിന്നാണെങ്കിൽ സിജി, കണ്ണൻ, ശ്രീമു, ലീന, പിന്നെ സഞ്ജുവിൻ്റെ വൈഫ് ഉണ്ടെങ്കിൽ സഞ്ജുവിൻ്റെ വൈഫിനെ വിളിക്കണം. ഞങ്ങൾ കാർ എടുക്കാൻ പോയപ്പോൾ അവരുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ജോലിക്കാരും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അവർക്ക് ലീവ് കിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവർ അന്ന് വിളിക്കാൻ പറ്റാതെ. കുറേ പേര് നമ്മുടെ കമന്റ് സെക്ഷനിൽ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തേ ലീനമ്മയും സിജിയും കണ്ണച്ചനൊന്നും ഇല്ലാതെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ റീസൺ അതിൻ്റെ. അപ്പോൾ ഞങ്ങൾ ഇല്ല എന്തായാലും അവരെ വണ്ടടിപ്പിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാറിനെ ബേസ് ചെയ്തിട്ട് ഒരു അടിപൊളി പ്രൊഡക്റ്റ് കാണിക്കാനായിട്ട് നമ്മൾ നിഖിൽ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ എത്തിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവുന്നത് എന്ത് പ്രൊഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാറൊക്കെ എടുത്തത് ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് വീഡിയോ അതായിരുന്നു, ലോങ് വീഡിയോ. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണാം. അപ്പോൾ കാറായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സൈക്കിളോ കാര്യങ്ങളൊക്കെ ആയിക്കോട്ടെ, അതെല്ലാം എയർ അടിക്കാൻ വളരെ ഉപകാരപ്രദമായ നമ്മുടെ അടിപൊളി പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, അഗാറുടെ ഡിജിറ്റൽ ടയർ ഇൻഫ്ലേറ്റർ ആണ് ഈ സാധനം. എന്ന് പറയാം, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. ഈ കാണുന്നതാണ് ഓവറോൾ ഇതിൻ്റെ ലുക്ക് കിട്ടുക. ഇത് നമുക്ക് 12 വാട്ട് കാർ അഡാപ്റ്റർ ആയിട്ടാണ് വരുന്നത്. കാർ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. 4 മീറ്ററാണ് ഈ കോഡ് ലെങ്ത് മൊത്തത്തിൽ വരുന്നത്. ഹോസ് പൈപ്പ് നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത് വരുന്നത് 1/2 മീറ്ററാണ്. ക്ലിപ്പ് ടൈപ്പ് നോസിലായതിൻ്റെ പേരിൽ നമുക്ക് ടയറിലൊക്കെ കണക്ട് ചെയ്ത് ക്ലിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ലോക്കായി. ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവലും 4 ടൈപ്പ് ഡിഫറെൻറ്റ് നോസിലും ഒരു ഫ്യൂസും ഉണ്ട്. പിന്നെ വരുന്നത് ഒരു ക്യാരി ബാഗാണ്. ഒരു അടിപൊളി ക്വാളിറ്റി ആയിട്ടുള്ള ക്യാരി ബാഗ് ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. അധികം നീട്ടി വലിക്കാണ്ട് ഞാനിത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പെട്ടെന്ന് പഞ്ചറൊക്കെ വരാണെന്നുണ്ടെങ്കിൽ, യാത്രയിലൊക്കെ പഞ്ചറൊക്കെ വരാണെന്നുണ്ടെങ്കിൽ ഈ സാധനം കയ്യിലുള്ളത് വളരെ ഉപകാരമായിരിക്കും കേട്ടോ. ആദ്യം കാറിൻ്റെ 12 വാട്ട് പോർട്ടിൽ കണക്ട് ചെയ്യുക. അടുത്ത് നമുക്ക് എത്രയാണോ എയർ പ്രഷർ വേണ്ടതെന്നുള്ള സെറ്റ് ചെയ്യാണ്. ഈ പ്ലസ് ബട്ടൺ അമർത്തിക്കൊണ്ട് PSIയുടെ റേറ്റിംഗ് കൂടാം. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് 33ലേക്കാണ്. അപ്പോൾ ഇത് കുറയ്ക്കണം, 35 ആണ് കിടക്കണം. അപ്പോൾ ഇത് 33.5ലേക്ക് നമ്മളിത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നോബ് ഇതേപോലെ ആക്കിയതിന് ശേഷം കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്യുക. കണക്ഷൻ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ പവർ ബട്ടൺ പ്രസ് ചെയ്യുക. ആയപ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക് തന്നെ ഓഫ് ആവുന്നതാണ്. നമ്മുടെ ഫുള്ള് എയർ പോയിട്ടുള്ള ടയറിൽ എത്ര സമയം കൊണ്ട് എയർ ഫില്ലാക്കാൻ പറ്റുന്നുള്ളത് നമുക്ക് നോക്കാം. ഇത് ടൈമർ വെച്ചിട്ട് നമുക്ക് നോക്കാം. കാരണം ഞാനിപ്പോൾ നോക്കാൻ പോണത് ഇയോൻ്റെ ബാക്ക് ടയറിലാണ്. ഇതിപ്പോൾ ഫുള്ള് എയർ പോയി കിടക്കാണ്ട് ടയറിൽ. അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈ ഒരു ടയർ നമുക്ക് ഫുള്ളായി ടയർ കയറാൻ വേണ്ടി എടുത്ത സമയം നമുക്ക് 3 minutes and 36 seconds ആയിരുന്നു ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്. LED ലൈറ്റ് വരുന്നൊരു സംഭവം കൂടി ഉണ്ട്. കാരണം വൈറ്റ് LED ആണ്. രാത്രിയൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഇതേപോലെ പഞ്ചറൊക്കെ കുറയുന്ന സമയത്ത് നമുക്ക് പുറത്തടിച്ചിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് യൂസ് ചെയ്യാവുന്നുള്ളൂ. നോക്കി, നല്ല അത്യാവശ്യം നല്ല വെളിച്ചമുണ്ടാകും. ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് പകലായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തോന്നാത്തത്. അതുമാത്രമല്ല, ഇതിനൊരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഉണ്ട് ലൈറ്റിന് വേണ്ടിയിട്ട്. അത് ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റെഡ് കളർ ആവുകയും ഒന്നുകൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഹസാർഡായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഈ ഇൻഫ്ലക്ടറിൻ്റെ കേബിൾ ലെങ്ത് 4 മീറ്റർ ഏറ്റവും തുടങ്ങി ഏറ്റവും വരെ എത്തുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ അഗാറുടെ ഡിജിറ്റൽ എയർ ഇൻഫ്ലക്ടർ വരുന്ന
ഇതെങ്ങനെ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊക്കെ ഞാൻ അതാണ് വീഡിയോയിൽ കാണിച്ചത്. ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രൊഡക്റ്റ് ഞാൻ എന്തായാലും ടാഗ് ചെയ്യാം. അപ്പോൾ ടാഗ് ചെയ്ത പ്രൊഡക്റ്റ് നോക്കിയിട്ട് വാങ്ങിക്കാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സംഭവം കാറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്രാമധ്യം എന്തെങ്കിലും എയർ കുറവോ അല്ലെങ്കിൽ പഞ്ചറാവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തൽക്കാലം എയർ അടിച്ചിട്ട് അടുത്തുള്ള പഞ്ചർ ഷോപ്പിലേക്കോ അല്ലെങ്കിൽ എയർ കുറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ യാത്ര പോകണമൊക്കെ നമുക്ക് ഫുൾ എയർ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യാത്ര തുടരാൻ പറ്റുന്നതാണ്. പിന്നെ ഇതേപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുള്ള കാര്യങ്ങളെല്ലാമായിട്ട് ഞാൻ ഇനിയും എന്താ പറയുക ഇതേപോലുള്ള വീഡിയോസിനിടയിൽ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, കമൻ്റായിട്ട് തരണം. അപ്പോൾ ഗൈസ് അടുത്തൊരു പ്രൊഡക്റ്റ് ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾ ഈ വീഡിയോ ബാക്കി കാണാം. ഓക്കെ ബൈ ബൈ ബൈ. പോയിട്ട് സർപ്രൈസ് ആക്കിയിട്ട് വരാം. ഓക്കെ അമ്മ പോയിട്ട് വരാട്ടാ. ടാറ്റാ. ആവേശം പകരുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ വലിയ കാര്യമാണോ, ചുമ്മാ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്കിത് വലിയ കാര്യമാണ്. പിന്നെ ആരോ ഒരാൾ ശോഭ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ സബ്സ്ക്രൈബർ പറയുന്നുണ്ടായിരുന്നു, കുറച്ച് നെഗറ്റീവ് കമൻറ്റ് ഉള്ള ആളാണ്. നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാറും വാങ്ങിച്ച് എന്ത് പൊങ്ങച്ചൊക്കെയാണ് ഈ കാണിച്ചു വിടുന്നത്. നമ്മളിത് വാങ്ങിക്കുന്നത് സെക്കൻഡ് ഹാൻഡോ സംഭവങ്ങളോ എന്തും ആയിക്കോട്ടെ, പഴയ കാറൊക്കെ ആയിക്കോട്ടെ. പക്ഷേ എങ്കിൽ ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയ പുതിയ കാറാണ്. ഞങ്ങൾ എന്താ പറയുക അത്രയും ആഗ്രഹിച്ച് കൊതിച്ച് വാങ്ങിയൊരു കാറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത്രയും വാല്യൂ ഇതിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ ഈ ഒരു സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പുതിയ കാർ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാട്ട് സൗകര്യങ്ങളൊന്നുമല്ല, അതൊന്നും ഒരു വിഷയമില്ല. ആ സാധനത്തിനൊന്നായിരുന്നില്ല. എനിക്കിങ്ങനെ സഞ്ജുവിന്റെ കല്യാണ സമയത്ത് നമ്മള് കാറ് റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതില് സ്വിഫ്റ്റ് ആയിരുന്നു. അതില് നമ്മള് പാട്ട് നല്ല സൗണ്ടിലൊക്കെ വയ്ക്കും. അപ്പൊ നല്ല ട്രാവലിംഗ് അടിപൊളിയാണ്, അങ്ങനെ റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പൊ പുതിയ കാർ എടുക്കുമ്പോൾ എനിക്ക് പാട്ട് നല്ല വൈബില്, അയ്യോ പാട്ട് നല്ല വൈബില് വെച്ച് പോണം. സോ ഞങ്ങൾ നല്ല കൊച്ചുള്ളിയായിട്ട് പോയിട്ട് വരാം. ഇവിടെ ലൈറ്റ് ഓൺ ചെയ്ത് ഇവിടെ പുറകില് സംഭവം കണ്ട ഓഫ് വീടിട്ടേ ഓഫ് ആയി ഫുള്ള് ലോ. പിന്നെ ഇങ്ങനെ അതിന് സ്പീഡ് കൂടി കണ്ടു. കാണേണ്ടവരൊക്കെ കണ്ടിട്ടുണ്ട്. കാണേണ്ടവരൊക്കെ ഓക്കെ. അതായത് നമുക്ക് പണ്ടത്തെ കാറിനെ പോലെ പരസ്പര സഹായം വേണ്ട, നമുക്ക് ഇങ്ങനെ നമുക്ക് എത്തിച്ചോണാട്ടോ. ഇപ്പൊ പൊങ്കാലോ ഞങ്ങളൊന്നും കണ്ടിട്ടില്ലായിരുന്നു. എല്ലാരും കണ്ടിട്ടുണ്ടോ ഈ ഇരിക്കണം ഞങ്ങള് ടൂറിന് പോകുമ്പോ മാത്രമേ വലിയ വണ്ടിയിൽ ഞങ്ങൾ കേറിയിട്ടുള്ളൂ. ടൂറ് പോകുമ്പോ വളരെ വളരെ ഇങ്ങനെ വലിയ വണ്ടിയിൽ പോയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടില്ലേ, കാണേണ്ടവരൊക്കെ കണ്ടിട്ടുണ്ട്. അഞ്ചു ചേച്ചി പറഞ്ഞ സത്യമാണ്. ആദ്യം ഞങ്ങളുടെ ചെറിയ കാറിൽ ഈ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റം ഇത്ര ഭയങ്കര ഒരു ഗുമ്മുണ്ടായിരുന്നില്ല. ഇപ്പോൾ കാറിൽ ഇത് പാട്ട് വെച്ച് പോകുമ്പോൾ നല്ല രസമാണ് സ്പീക്കറിൽ പാട്ടൊക്കെ കേൾക്കാനായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കാറ് വാങ്ങിക്കുമ്പോൾ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് നമ്മൾ കൺഗ്രാറ്റ്സ് ചെയ്തിട്ടും നമ്മുടെ വളർച്ചയിൽ അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങിച്ചതിൽ ഒത്തിരി പേർക്ക് ഭയങ്കര എന്താ പറയുക നല്ല സന്തോഷത്തോടെ കമൻറ്റ് ഇട്ടുന്നു. കുറേ പേര് നെഗറ്റീവ് കമൻറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പേര് ലോക്കൽ പീപ്പിൾസ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയാണ്, നമ്മൾ ലോക്കൽ പീപ്പിൾസ് തന്നെയാണ്, നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് തോന്നുന്നത്. ആദ്യം എൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുള്ളത്. സാന്ദ്ര ഇല്ലയെന്ന് പറഞ്ഞു, സഞ്ജുവിൻ്റെ വൈഫ് ഇല്ലയെന്ന് പറഞ്ഞു, ഒരു സുഖമില്ല എന്ന് പറഞ്ഞു. കാരണം സഞ്ജു പോയിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ പോവാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അമ്മ ആദ്യം വിചാരിച്ചു വേറെ ഏതോ വിരുന്നുകാർ വന്നിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. അമ്മ ജോലിക്ക് പോയിട്ട് വന്ന് നിൽക്കണ വേഷമാണ് കേട്ടോ. അതുപോലും മാറിയിട്ടിട്ടില്ല. ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തുന്നത്. അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ചോദിച്ചിരുന്നു എപ്പോഴേക്കാണ് വരാണ്, എപ്പോഴാണ് വരെ വീട്ടിലെത്തുക ജോലി കഴിഞ്ഞിട്ട്. കാരണം ആ സമയത്ത് എത്തിയില്ലെങ്കിൽ പിന്നെ അമ്മ ഉണ്ടാവില്ലല്ലോ, അമ്മേനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ വരുന്നു. പക്ഷേങ്കിൽ ഈ കാറിൽ വരുന്ന അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ക്രീമുല്ലേ ശ്രീമുല്ലേ ശ്രീമൂനാണെങ്കിൽ ഒരു നോർമൽ എക്സ്പ്രഷൻ ആയിരുന്നു കേട്ടോ. പുതിയ കാറുള്ള മക്കളെ നന്നായിട്ടുണ്ട് ഇത്രയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു കുറച്ചും കൂടി എക്സ്പ്രഷൻ ഇടാം അമ്മേ, കുറച്ചും കൂടി ആവട്ടെ, സന്തോഷം പ്രകടിപ്പിക്കുന്നൊക്കെ പറയുന്നത്. അമ്മയാണെങ്കിൽ ഒരു നോർമൽ എക്സ്പ്രഷൻ. കാരണം അമ്മയ്ക്ക് ഇവർക്കൊക്കെ അറിയുന്ന ഒരു കേസാണല്ലോ നമ്മൾ കാർ എടുത്തു എന്നുള്ള സംഭവം. വീഡിയോസ് എല്ലാ കാര്യങ്ങളും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്നത് പ്ലീസ് കുറച്ച് എക്സൈറ്റ്മെന്റ് ആവാമെന്ന്. നമ്മുടെ വീട്ടിൽ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ 3 ഫാമിലിയോടും അത് നമ്മൾ പറയും, അഭിപ്രായങ്ങൾ ചോദിക്കും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മളിവിടെ പരസ്പരം പൊങ്ങച്ചും അല്ലെങ്കിൽ ഒരു കുശുമ്പ് അങ്ങനൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഫ്രീ ആണ്, എല്ലാവരുമായിട്ടും ഇടപഴകാനായിട്ട്. സന്തോഷമായി, ഭയങ്കര സന്തോഷം. എന്തൊരു ഭംഗിയില്
നല്ല കുഞ്ഞ്. ഞാൻ ഡബ്ബയുള്ളൂ. ഡബ്ബയാണ്. എന്ത് അയ്യോ അച്ഛാ പോവല്ലേ. കൈസ് എന്നെ ശ്രീമൊന്ന് ആറ്റിച്ചുട്ടെ. ഞാൻ കുറച്ച് സന്തോഷം പ്രകടിപ്പിക്കാൻ പറഞ്ഞപ്പോൾ മറ്റേ അയ്യോ അച്ഛാ പോവല്ലേ സംഭവം വിട്ടെന്നിട്ട് ഒരുപാട് സന്തോഷം. അപ്പോൾ ശ്രീമു ഇല്ലാന്ന് പറഞ്ഞു. ശ്രീമുന് ഭയങ്കരമായിട്ട് കാല് കോച്ച് പിടിക്കുന്നതുകൊണ്ട് വയ്യാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം നിർബന്ധിച്ചില്ല, കാരണം അമ്മാമരെ വയ്യായകൾ അമ്മാമയ്ക്ക് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് അമ്മാമയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും അഞ്ചു ചേച്ചിയും പാറക്കുട്ടനും നേരെ ബാക്കിൽ കയറിയിട്ടുണ്ട്, കാശിക്കുട്ടനും. അപ്പോൾ ഇനി ഫ്രണ്ടിൽ നമ്മുടെ സിജീനെയും കണ്ണനെയും ലീനേനെയും ഇരുത്തണം. പിന്നെന്താ നമ്മുടെ സാന്ദ്ര ഉണ്ടാവുന്ന വിചാരിച്ചത്, അതേപോലെ തന്നെ നമ്മുടെ ശ്രീമും ഉണ്ടാവുന്ന വിചാരിച്ചിട്ട്. പക്ഷേ ഇവർ രണ്ടുപേരും എന്താ പറയുക പെട്ടെന്ന് അവരില്ലാന്ന് പറഞ്ഞു. ശരി ഓക്കെ ഗൈസ്, എന്തായാലും ഇപ്പോൾ ഇവരെന്തായാലും കൊണ്ടുപോയിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചിട്ട് വരാം നമ്മുടെ കാറിൽ. അപ്പം ഞാൻ അമ്മയോട് പറയായിരുന്നു വളരെ എന്താ പറയുക സന്തോഷത്തോടുകൂടി കൂടിയിട്ടും ഈശ്വരനെ പ്രാർത്ഥിച്ചും വലത് കാല് വെച്ച് കയറാൻ പറഞ്ഞു. അപ്പം എല്ലാവർക്കും സന്തോഷമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 3 കുടുംബം ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു ആദ്യം, കാരണം കാറ് ചെറുതായതുകൊണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറേ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ പോകാം, കാരണം ആ കാറിൽ തന്നെ ഞങ്ങൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ അമ്മാമ്മനെ കണ്ടപ്പോൾ ഐനൂസ് നേരെ അമ്മയുടെ അടുത്തേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ഇനിയിപ്പോൾ നേരെ സിജിയുടെയും കണ്ണനടുത്തും കൊണ്ടുപോയിട്ട് കാണിക്കണം. എന്നിട്ട് എന്തെങ്കിലും ഇവർക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം എന്നുള്ള ഒരു ആഗമനത്തിലാണ് ഞങ്ങൾ. അപ്പോൾ എന്തായാലും ഇനി നേരെ കണ്ണൻ്റെ വീട്ടിലേക്ക് വിടട്ടെ. അപ്പോൾ സിജിനോട് ഞാൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാണ് എത്താന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ 7:45 പറഞ്ഞത്. ആ സമയം നോക്കിയിട്ടാണ് നമ്മൾ പോണത്. ആ കുറേ പേര് ഇപ്പോൾ ചോദിക്കും എന്താ സിജി കണ്ണനൊക്കെ വിളിക്കണമെന്ന്. അത് നമ്മുടെ വീട്ടിൽ അങ്ങനെ വിളിച്ച് പോയിട്ട്, അപ്പോൾ ലീനനാണെങ്കിലും അഞ്ചു ചേച്ചി ലീന എന്നാണ് വിളിക്കുക. ഇവിടെ ചിലപ്പോൾ അമ്മേന്ന് വിളിക്കും, സിജി അമ്മേന്ന് കൂട്ടി വിളിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വിളിക്കും. അവണ്ടി പോവും. സമയങ്ങളല്ലേ പോന്നുള്ളൂ. സിജി ജീവിച്ചു മരിക്കേന്നുട്ടോ ഗൈസ്. എന്തായാലും എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമായി ഒരു എക്സ്പ്രഷൻ കിട്ടിയപ്പോൾ. ഞാൻ നോർമലായിരിക്കുന്ന വിചാരിച്ചത്, പക്ഷേ ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻ ഇട്ട് എനിക്ക് തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ അച്ഛൻ്റെ ഷർട്ട് ഇടണുള്ളൂ. അച്ഛൻ അറിയില്ലായിരുന്നു വരുന്ന കേസ്. ഞാൻ അമ്മയോട് മാത്രമേ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്മ ചിലപ്പോൾ വരും, അമ്മ എപ്പോഴും എത്താന്നുള്ള രീതിക്ക്. അച്ഛൻ നേരത്തെ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത കണ്ണൻ്റെ കോമഡി ചളിയൊക്കെ നമുക്ക് കേൾക്കാട്ടോ. ഫ്രണ്ടി കേറ്റാ ഓക്കെ. ഫ്രണ്ടി കേറ്റാ അടിപൊളി. ഹയോ ഗൈസ്, അങ്ങനെ അവരെയും കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് എങ്ങടാന്ന് അറിയില്ലായിരുന്നു കേട്ടോ, കാരണം ജസ്റ്റ് അവരൊന്ന് കയറ്റാ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുക. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇവർക്ക് ചിക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് കണ്ണനായാലും സിജിക്കായാലും എനിക്കൊക്കെയാലും ചിക്കിങ് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ വീട്ടിലാണെങ്കിൽ അച്ഛന് കുഴപ്പമില്ല, അമ്മക്ക് ചിക്കൻ കഴിക്കില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ചിക്കൻ അമ്മ കഴിക്കാറില്ല. നമ്മുടെ വീട്ടിൽ സീതക്കിട്ടാ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളപ്പോൾ ചിക്കൻ കിട്ടുന്ന സ്ഥലം വൈമാളിലാണ്. അപ്പോൾ അവിടെ പോയിട്ട് ചിക്കൻ കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ തന്നെ KFC ഉണ്ട്. അപ്പോൾ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാറൂസ് കിടന്ന് തുടങ്ങിയിട്ടാണ്. പോണ വഴിക്ക് ഇവിടെയാണ് അമ്മ വർക്ക് ചെയ്യുന്നത്. അനിമാമിൻ്റെ കടയിലാണ് വർക്ക് ചെയ്യുന്നത്, തൈപ്പറമ്പത്ത് ഷാദി മെഡിക്കൽസ്. അപ്പോൾ അതേ അനിമാമിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ എല്ലാ കാര്യത്തിനും നമ്മുടെ ഫാമിലിയിൽ എന്ത് നടക്കുന്നുണ്ടെങ്കിലും മാമനും മാമൻ്റെ കുടുംബത്തിൻ്റെ എല്ലാ സാന്നിധ്യവും നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട്. അവിടെയാണെങ്കിലും അവിടെ എന്ത് പരിപാടിയാണെങ്കിലും ഞങ്ങളും കൂടാറുണ്ട് കേട്ടോ. അങ്ങനെ വല്ലാത്തൊരു ആത്മബന്ധമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ മാമനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാറ്
ഇവരാണെങ്കിൽ ഓരോന്ന് പ്ലാൻ ചെയ്യാട്ട് ഓരോ സ്ഥലത്തേക്ക് പോകേണ്ടതൊക്കെ ഇനി ഏത് അമ്പലങ്ങളിലാണ് കൂടുതലായിട്ടും പ്ലാൻ ചെയ്യുന്നത് കണ്ടത്. ഗുരുവായൂർക്ക്, ചോറ്റാനിക്കര, പറശ്ശിനിക്കടവൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അവിടേക്കാണ് കേട്ടോ. ഇതേ നമ്മൾ അതേ വൈമാളിൽ എത്തിയിട്ടുണ്ട്. കാറ് പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്. വേറെ ഒന്നുമില്ല, ഫുഡ് കോർട്ടിൽ പോകണം. അവിടെ ഇപ്പം തന്നെ സമയം ഒരുപാടായി, 9:30 ആയിട്ടുണ്ടായിരുന്നു. 9:30 സമയമായിട്ടുണ്ടായിരുന്നു. ഫുഡൊന്നും ഇനി കിട്ടൂല നമ്മൾ ലേറ്റ് ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യം തന്നെ ചെന്നിട്ട് ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു. അവിടുത്തെ ഒരു ഷോപ്പ് ചെയ്തു, ഫുഡ് കോർട്ടിലത്തെ ഒരു ഷോപ്പിൽ നിന്ന് ഫ്രൈഡ് റൈസ് ഓർഡർ. അതാണെങ്കിൽ അടിപൊളിയായിരുന്നു. ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് നമ്മൾ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു കേട്ടോ. കഴിക്കില്ലേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ ചിക്കിങ് വന്നിട്ടുണ്ട്. ചിക്കിങ്ങിനൊന്നും ഓഫറും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിക്കണം. എനിക്കിപ്പോൾ ചിക്കിങ്ങൊന്നും അത്ര വലിയ താല്പര്യമില്ല. എനിക്കിങ്ങനെ വയറ് നിറച്ച് അങ്ങനത്തെ ഭക്ഷണം കഴിക്കും. അരി ഭക്ഷണം കഴിക്കണം. ഫ്രൈഡ് റൈസ് ആയാലും ബിരിയാണി ഒക്കെ ആയാലും ഞാൻ വൈകിട്ട് ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഞാൻ പറയും. പിന്നെ എനിക്ക് പൊറോട്ട ഒന്നും ഇഷ്ടമല്ല അത്രയധികം. പക്ഷെ ബിരിയാണി സംഭവമൊക്കെയാണ് പിന്നെയും എനിക്ക് അങ്ങനത്തെ അരി ഭക്ഷണങ്ങളോടാണ് വൈകിട്ട് താല്പര്യം കൂടുതൽ കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും ഇപ്പോൾ ചേട്ടൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് കഴിക്കണം. വേറെ ഒന്നുമില്ല. ഇനി പോണ വഴിക്ക് ഇവരെല്ലാവരും ആദ്യത്തെ പോലെ തന്നെ തട്ടണം. അപ്പോൾ അത് ചിക്കൻ പീസൊക്കെ ആയാലും എനിക്ക് ഒരു പ്രാവശ്യം ചിക്കിങ്ങിൽ പോയി കഴിച്ചപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു മസാലയ്ക്കൊക്കെ. അപ്പോൾ അന്ന് തൊട്ട് എനിക്ക് എന്താ പറയുക, അതുകൊണ്ട് കുറച്ച് താല്പര്യം കുറവ്. ഞാൻ അങ്ങനെ പൊതുവെ ആ ഒരു ഗണത്തിൽപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ചിക്കൻ കഴിക്കുമ്പോൾ ഇപ്പോൾ ചിക്കൻ്റെ കാര്യമൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ എനിക്കപ്പം ചിക്കൻ കഴിക്കാൻ തോന്നില്ല. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ചിക്കൻ്റെ ഒക്കെ വല്ല തൂവലൊക്കെ അബദ്ധവശാൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അവിടെ വെച്ച് നിർത്തും. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്കുണ്ട്. അല്ലെങ്കിൽ ചിക്കൻ്റെ മാംസം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബ്ലഡൊക്കെ കാണില്ല, ബ്ലഡിന് കോട്ടയത്തൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് പിന്നെ എനിക്ക് കഴിക്കാനേ തോന്നൂല. കുറേ പേര് നമ്മളെ കളിയാക്കും പിന്നെ എന്തുട്ടൊക്കെ പറയണതൊക്കെ ചോദിച്ചിട്ട്. നമ്മുടെ കണ്ണനെയും സിജീനെ ഇറക്കി കൊടുത്തിട്ടുണ്ട്. ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ പോവാണ്. ഇനി പോയിട്ട് ലീലമ്മേനെ തട്ടണം. സമയം 11 മണി ആയിട്ടുണ്ട് കേട്ടോ. 10:45 കഴിഞ്ഞ് 11 മണി ആയിട്ടുണ്ട്. കാശിക്കൂട്ടനും ഇറങ്ങി അല്ലൂസും മൈനൂസും എണീറ്റിരിക്കുകയാണ്. നമ്മുടെ പാറുമോൾക്കും ഉറക്കം വന്നിട്ട് ബാക്ക് സീറ്റിൽ 5 ചേച്ചിയുടെ മടിയിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാനും അമ്മയാണ് മിഡിലിരിക്കുന്നത്. ബാക്ക് സീറ്റിൽ കാശിക്കൂട്ടനും പാറൂസും ഒക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ലീനമ്മേനെയും സേഫായിട്ട് ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പണിക്കാട്ടിൽ പോവാം. അപ്പോൾ ഒത്തിരി സന്തോഷം ഗൈസ്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അവർ വണ്ടിയിൽ കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത് കണ്ട് ഞങ്ങൾക്കും സന്തോഷമായി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് നിങ്ങൾക്ക് സന്തോഷമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. എന്തായാലും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസ് സംഭവങ്ങളൊക്കെ നമ്മളെ എഴുതി അറിയിക്കുക. അപ്പോൾ ടാറ്റാ.